അപ്പോൾ നമ്മൾ പോത്ത് മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് കഴുകി വെച്ചിരിക്കുന്ന പോത്ത് 1 കിലോ, ചെറിയ ഉള്ളി 1/4 കിലോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പുതിനയില, മല്ലിയില, ക്യാപ്സിക്കം, പച്ചമുളക്. ഇതാണ് മന്തി റൈസ്. യെല്ലോ കളർ റൈസാണ് മന്തിക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ മാഗി ക്യൂബ്, പിന്നെ 2 നാരങ്ങ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിന് അനുസരിച്ചുള്ള മുളക് പൊടി. ഓക്കെ, കുറച്ച് ഓയിൽ. നല്ലവണ്ണം മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ വെച്ചിരിക്കാം. മസാലയൊക്കെ പിടിക്കാം. നല്ല സൂപ്പർ പോത്താണ്. ഒത്തിരി വലിപ്പം കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്, കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വലിപ്പം കൂട്ടാൻ കുറയ്ക്കാൻ എന്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, ഒരു 10 ലിറ്റർ കുക്കറാണ്. അടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്. കുറച്ച് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ സവാളയേക്കാളും നല്ലത് ചെറിയല്ല, കുറച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. പച്ചമുളക്, പുതിനയില, മല്ലിയില. ഓക്കെ, കുറച്ച് ഉപ്പിടാം കേട്ടോ, എന്നാലേ അത് പെട്ടെന്ന് വേണ്ടിയിട്ട്. 1/2 സ്പൂണ് മന്തി മസാല ഇടാം. ഒരു മുമ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പോത്ത് കുക്കറിലേക്കിട്ട് ഒരു 3-4 വിസിൽ കേൾപ്പിക്കുക. ഓക്കെ, വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ ക്ലിയറായി. ഒരു മാഗി ക്യൂബ് അരി ഒരു 3-4 പ്രാവശ്യം നല്ല വൃത്തിയായി കഴുകി 1 മണിക്കൂറെങ്കിലും കുടിയാൻ വയ്ക്കാം. മന്തിക്കുള്ള റൈസ് തയ്യാറാക്കി. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, ക്യാപ്സിക്കം ഇട്ട്, കുറച്ച് കുരുമുളക്, കുറച്ച് പച്ചമല്ലി. ഇതെല്ലാം മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഉണക്ക നാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ചോറിന് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് മന്തി മസാല 1 സ്പൂൺ. നമ്മുടെ പോത്ത് വേഗത്തിൽ എന്താണെന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വെന്ത് നല്ല സ്മൂത്തായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, റൈസിനുള്ള വെള്ളം നല്ല തിളച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച അരി എടുത്തിട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നേരത്തെ വെച്ച് വെച്ചിരിക്കുന്ന പോത്തിലേക്ക് ദം ചെയ്യാം. അപ്പോൾ ഒരു ചാർക്കോൾ കത്തിച്ച് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ മാറ്റി ഒഴിച്ച് വയ്ക്കാം. അടച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് ദമ്മിലിട്ട് വേവിക്കാം. മന്തി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഓക്കെ, ഉണ്ട്. നല്ല പഞ്ഞിയല്ലേ ഇപ്പോൾ കേട്ടോ, കൊള്ളാം. നമ്മുടെ പോത്ത് മന്തി റെഡിയായിട്ട് നമുക്കൊന്ന് കഴിക്കാം. ശരി, രഘു വാ കഴിച്ചോ പറ്റേ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ കേട്ടോ. ചോറിൻ്റെ ചോറ്.